It's me, JKK from JKK for you. FIFA World Cup 2026 in USA, Canada and Mexico. So final match roundup. എല്ലാവർക്കും സ്വാഗതം. ഫൈനൽ മാച്ച് മാത്രമല്ല, ലൂസേഴ്സ് ഫൈനൽ കൂടിയുണ്ട്. സോ ലൂസേഴ്സ് ഫൈനൽസിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് പോരാടിയത്. ആ പോരാട്ടത്തിൽ നല്ലൊരു പോരാട്ടം തന്നെയായിരുന്നു. ഇംഗ്ലണ്ട് വിജയിച്ചു. ഇംഗ്ലണ്ട് 6-4 എന്നാണ് ആ ലൂസേഴ്സ് ഫൈനൽ ജയിച്ചത്. പെട ഗോളടിയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ. എന്താണെങ്കിലും നല്ലൊരു ഫൈനൽ പോലത്തെ ഒരു മാച്ചായിരുന്നു അത്. ലൂസേഴ്സ് ഫൈനൽ 6-4, ഇംഗ്ലണ്ട് 6, ഫ്രാൻസ് 4. അങ്ങനെ ഇംഗ്ലണ്ടാണ് ആ മാച്ച് ജയിച്ചത്. ഇനി ഫൈനൽസിലേക്ക് പോവുകയാണെങ്കിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ മാച്ച് ഒരു വിരഹ മാച്ചായിരുന്നു. ഒരു രസവുമില്ലാത്തൊരു മാച്ച്. അർജന്റീന പരാജയപ്പെട്ടു. സ്പെയിനാണ് മാച്ച് ജയിച്ചത്. ഒരു റെഡ് കാർഡ് അടക്കം അർജന്റീനയ്ക്ക് കിട്ടി. എൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡ്. വിജയ ഗോൾ നേടിയത് ഫെറാൻ ടോറസ് ആണ് 106-ാം മിനിറ്റിൽ. ഒരു വിരസ മാച്ച് മൊത്തം കളിച്ചത് സ്പെയിനാണ്. എന്തോ ഭാഗ്യം കൊണ്ട് അർജന്റീന അധികം ഗോൾ വഴങ്ങിയില്ല എന്ന് മാത്രം. അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് കൊള്ളാം. പുള്ളിയുടെ ഗോൾ കീപ്പിംഗ് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു 4-5 അടിച്ച് കൂട്ടിയേനെ. ഇത് ജൂലൈ 19 നടന്ന മാച്ചാണ്. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 13 ഇപ്പോഴാണ് ഞാൻ ഈ റൗണ്ടപ്പ് ആയിട്ട് വന്നേക്കുന്നത്. എനിവേ കുഴപ്പമില്ല, ഫൈനലിൽ തോറ്റുപോയി എങ്കിലും കുഴപ്പമില്ല. സ്പെയിനാണല്ലോ ജയിച്ചത്, സന്തോഷം മാത്രം. മെസ്സിക്കൊരു കിരീടം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ജയിച്ചത് സ്പെയിൻ ആയതുകൊണ്ട് സന്തോഷമുണ്ട്. എനിവേ വാമോസ് സ്പെയിൻ, വാമോസ് അർജന്റീന. എന്താണെങ്കിലും യമാലാണല്ലോ കപ്പെടുത്തേക്കുന്നത്. യമാലാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ബാർസയുടെ പിള്ളേരാണ് കപ്പെടുത്തേക്കുന്നത്. അതുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, താങ്ക് യു, ബൈ ബൈ. സ്പെയിനാണ് കപ്പെടുത്തത്. ഫിഫ വേൾഡ് കപ്പ് 2026 മെൻസ് വേൾഡ് കപ്പ് എടുത്തേക്കുന്നത് സ്പെയിൻ. സോ ബൈ ബൈ, താങ്ക് യു.